എന്നിട്ട് റൂം എടുത്തിട്ട് എനിക്ക് പറയാൻ വയ്യ. 2 ദിവസം 16 വയസ്സുള്ള കുട്ടീനെയും 49 വയസ്സുള്ള എരപ്പാളി ചേറ്റ എത്ര പ്രാവശ്യം, എനിക്കതൊന്നും പറയാൻ വയ്യ. കുടുംബ പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ കാണുന്നതാണ്. ഇത് ഞാൻ ഈ രീതിയിൽ ഹിൻഡ് പോലെങ്കിലും ഞാൻ പറയുന്നത് എന്തിനറിയോ, താങ്ങി നടക്കരുത് ഇവനെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഫിലിപ്പ് സാർ, മമ്പാട് സാർ തന്നെയാണ് ഇന്ന് വീണ്ടും വിഷയം. മമ്പാട് സാറിനെ സപ്പോർട്ട് ചെയ്ത് വന്ന കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നല്ലോ. മമ്പാട് സാറിനെ ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും മമ്പാട് സാറിന് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് നിർത്താനാണ് പരിപാടി എന്ന് ചില ആൾക്കാർ പറഞ്ഞിരുന്നു. ആ ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. ആ വീഡിയോയിൽ വന്നിട്ടുള്ള കമൻസ് കുറച്ച് വായിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഹരി മാഫിയക്കെതിരെ പോരാടുന്നവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലാകും. അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സും കൗൺസിലിങ്ങും നടത്തുന്നവർ ശത്രുക്കളെ വളരെ എളുപ്പത്തിൽ സമ്പാദിക്കുന്നവരാണ്. ആ ജോലി വളരെ റിസ്ക്കാണ്. നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള വ്യക്തികളെ തേജോവധം ചെയ്യുന്നു. അതായത് മമ്പാട് സാറിനെ പോലെ, അവനെ സാറ് എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ അവനെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് സാറെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും അത് എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്നുണ്ടോ. ഞാൻ സാധാരണ ഈ രീതിയിൽ വീഡിയോസ് ചെയ്യാത്തതാണ്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള കമൻസ് ഉണ്ടല്ലോ, ഞാൻ ആർക്കും മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നു. പക്ഷേ ഞാൻ അതിന് 1-2 കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സമയത്ത് പറഞ്ഞു വെച്ചിരുന്നു. പോലീസുകാർ, ഒരു എക്സ് സേനയിലുണ്ടായിരുന്നിട്ടുള്ള ഒരു പോലീസുകാരനെതിരെ, അതും സമൂഹത്തിൽ ഇത്രയധികം മാന്യനായിട്ട് നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ എതിരെ ഇങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോലീസ് അത് ആലോചിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഇന്നലെ എൻ്റെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഇവൻ്റെ ജീവിതത്തിലുള്ള 3 സ്ത്രീകൾ, ഒന്ന് അമ്മ, ഒന്ന് ഇവൻ്റെ ഭാര്യ, പിന്നെ മകള്. ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഹിൻഡ് പോലെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മാത്രമൊന്നുമല്ല, പോലീസിൽ തന്നെ ഇവനുമായിട്ട് അടുത്തുള്ള ആൾക്കാർ, ഇവൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് അറിയുന്ന ആൾക്കാർ, ഇവൻ്റെ എന്തൊക്കെ സംഗതികൾ പുറത്ത് പാട്ടായിരിക്കുന്നു, ഇവൻ്റെ എന്തൊക്കെ ക്ലിപ്പുകൾ പുറത്ത് പാട്ടായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. ഫിലിപ്പ് സാർ, മമ്പാട് സാർ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ഒരിക്കലുമല്ല. പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തന്ന ഇൻഫർമേഷൻ എങ്ങനെയായിരുന്നു, ചിലപ്പോൾ ആ കുട്ടിയുടെ കേസ് കാരണം അതവൻ ചെയ്യുമെന്നുള്ള അറിയില്ല എന്നുള്ളത്. പക്ഷേ അവൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിക്രൂരമായിട്ടാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു പെൺകുട്ടി, നിങ്ങളുടെ ആരെങ്കിലും പെൺമക്കളെ സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ പുറത്തിറങ്ങിയ ഇവനെ തട്ടിക്കളയുന്ന അത്രയും മോശമായിട്ടാണ് ആ കുട്ടിയോട് ചെയ്തിട്ടുള്ളവൻ. 49-50 വയസ്സുള്ള ഒരു കിളവൻ 16 വയസ്സെന്ന് പറഞ്ഞാൽ സ്വന്തം മകളുടെ കാസർഗോഡ് ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം ആ കുട്ടി എന്താണ് അനുഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് എല്ലാ വിവരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ ലോക്കാക്കിയിട്ടുള്ളത്. ഇവൻ പുറം ലോകം കാണുന്നൊന്ന് കാണണം. അപ്പോൾ പുറം ലോകം കാണില്ല അവൻ. അത്രയ്ക്ക് മോശമാണ് ഈ ചെറ്റ, അത്രയ്ക്ക് മോശമാണ്, പറയാതിരിക്കാൻ വയ്യ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് അതിന് റിയാക്ട് ചെയ്തിട്ട് 2 റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ടു കേട്ടോ. അവരുടെ വീഡിയോ ഇപ്പോൾ അവിടെ കാണാനില്ല, ആ വീഡിയോ മുഖ്യ ഓടി ഒന്നുണ്ട്. പിന്നെ കുറേ കമൻസും മുങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്തേ ഞാൻ സാധാരണ കണ്ടീഷനിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് മഞ്ചേരിയാണ്. ഇവിടെ മഞ്ചേരി ക്വാർട്ടേഴ്സിൽ നിന്ന് മുതൽ ഇവൻ്റെ കുടുംബ പശ്ചാത്തലം, കുടുംബ ജീവിതം, അത് കഴിഞ്ഞ ശേഷം AR ക്യാമ്പിലേക്ക് മാറിയത്, അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ നാട്ടിൽ പല ആൾക്കാർക്കും അറിയാം. പല പോലീസുകാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഇവൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. 3 സ്ത്രീകൾ ഇവൻ്റെ ജീവിതത്തിൽ, ഒന്ന് അമ്മ, 2ാമത് ഭാര്യ, 3ാമത് മകൾ. അമ്മയുടെ കേസ് ഞാനൊരു ഹിൻഡ് പോലെ പറഞ്ഞു. ആ അമ്മേനെ വെച്ചിട്ടാണ് ഇവൻ മുതലെടുത്തിട്ടുള്ളത്. അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മുതൽ അവൻ്റെ സ്വന്തം പെറ്റമ്മ, ആ അമ്മേനെ വെച്ചിട്ടാണ് ഇവൻ ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത്. ആ പ്രോഗ്രാമിന് വന്ന സമയത്ത് ഈ അമ്മേനെ കൊണ്ടുവരുമ്പോഴും ഇവൻ്റെ സഹപ്രവർത്തകർ അന്നും പറഞ്ഞിരുന്നു, ഇവനെ കണ്ണിൻ്റെ നിരപ്പിൽ ഭയങ്കര ദേഷ്യം അവന് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക്. എന്ത് കാര്യം കൊണ്ടറിയോ, ഇവൻ പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വളർച്ചയിൽ പ്രശ്നമായത് കൊണ്ടാണെന്ന്. എന്ത് വളർച്ച? ഇതൊക്കെ വളർച്ച? ഇതാണോ വളർച്ച? ഇവൻ്റെ
പിന്നെ മോട്ടിവേഷൻ ലക്ഷങ്ങൾ അവൻ സമ്പാദിക്കുന്നുണ്ട്, മോട്ടിവേഷൻ നടക്കുന്നുണ്ട്, സമൂഹത്തിൽ നല്ല നിലയും വരെയുള്ള സിറ്റുവേഷനിൽ ഇവൻ എത്തി. അതുകൊണ്ട് ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസുകാർക്ക് ഇവരോട് ദേഷ്യമാണെന്നുള്ള കണ്ടീഷനിലാണ് പറഞ്ഞുണ്ടാക്കിയത്. ഒന്നുമല്ല, ഇവൻ ആ അമ്മേനെ അവിടെ കൊണ്ടുപോകുന്ന സമയത്തും അതിന് നോക്കിയിട്ടില്ല. ആ പാലിയേറ്റീവിൻ്റെ ആൾക്കാരും വളരെ നല്ല എന്താ പറയുക, മനുഷ്യത്വമുള്ള ആ അമ്മേനെ മക്കളായിട്ട് ആ അമ്മേനെ അമ്മയായിട്ട് കരുതുന്ന വേറെ വ്യക്തികളുണ്ട്. അവരാണ് ഇവരെ നോക്കിയിട്ടുള്ളത്. ഇവന് ഈ അമ്മേനെ കാണിച്ചിട്ടും അവരെയും കൊണ്ട് പോയിട്ടും പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് സാധനം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഇവനെ ഉപയോഗിച്ചത് വേറെ വലിയൊരു ആയുധമാണ്. എന്താണെന്നറിയോ? മലപ്പുറം ജില്ലേനെയും മലപ്പുറം ജില്ലയുടെ മതസൗഹാർദ്ദത്തിനെയും മലപ്പുറം ജില്ലയിലെ വളരെ നല്ലവരായ മുസ്ലിങ്ങളെയും വെച്ചിട്ടാണ് ഇവൻ കച്ചവടം നടത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കണ്ടു, അവർക്ക് സപ്പോർട്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ഇന്നലെ മറുനാടൻ്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് ആ സംഭവം മനസ്സിലായത്. ഇവിടെ നിന്നാണ് ഇവന് ഈ ഡയലോഗുകൾ കിട്ടുന്നത്. ഇവൻ ഖുർആനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഖുർആൻ വായിച്ചിട്ടുണ്ട്, അതുണ്ട് അതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് സമദാനിയുടെ പ്രസംഗം കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് മറുനാടനിൽ അവർ പറഞ്ഞു കേട്ടു. സാധാരണ പ്രസംഗം കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണ് ഇവൻ ചെറിയ സാധനങ്ങളൊക്കെ അടർത്തിയെടുത്തിട്ട് അതിൽ നിന്ന് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൻ കളിച്ച സാധനം എന്ന് വെച്ചാൽ ഇവൻ ഉപയോഗിച്ച ആ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയുടെ നട്ടെല്ലായിട്ടുള്ള മതസൗഹാർദ്ദമാണ്. ഫിലിപ്പ് എന്ന് പറയണവൻ ആ ഇസ്ലാമിനെ മതം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ട് പറയണ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇവിടെയുള്ള ആൾക്കാർ. പാവങ്ങളാണേ മലപ്പുറത്തുള്ള ആൾക്കാർ. പക്ഷേ തിരിച്ച് അടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് നോക്കിക്കോ. കാരണം ഇവൻ ആ കളി അവിടെ കളിച്ചു, വളരെ കൃത്യമായിട്ട് കളിച്ചു. പിന്നെ രണ്ടാമത് ഭാര്യയുടെ കേസ് ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇവനെ വിട്ടുപോയത്? ഈ സ്വഭാവം കാരണമാണ്. ഒരു സ്ത്രീയും ജീവിതത്തിൽ കള്ളുകുടി എല്ലാം സഹിക്കും, ഡ്രഗ്സ് എല്ലാം ഒരു സ്ത്രീ സഹിക്കും. പക്ഷെ ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ അവിഹിതം, പരസ്ത്രീ ബന്ധം ഒരു സ്ത്രീയും സഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ വിട്ടിട്ട് പോയി. അവരോട് ചോദിച്ചാൽ അറിയാലോ വളരെ കൃത്യമായിട്ട്. ഞാൻ തന്നെ എൻ്റെ ക്യാപ്ഷൻ പോലും അതാ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് അവൻ്റെ വൈഫിനോട് ചോദിച്ചാൽ തന്നെ ഈ ചങ്ങാതിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് പുറത്ത് വരുന്നുള്ളത്. പോട്ടെ, പിന്നെ എൻ്റെ മകളുടെ കഥ. ചെറിയ കുട്ടി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് പേർക്ക് അറിയാം. സ്വന്തം വീട്ടിൽ പോലും ഇവൻ എന്തായിരുന്നു എന്നുള്ളത്, സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഈ പെൺകുട്ടിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 16 വയസ്സുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ കുട്ടി തന്തേനും തള്ളനും ചെപ്പക്കുറ്റിയൊക്കെ അടിക്കണം, ചൂലിട്ട് അടിക്കണം തന്തേനും തള്ളനും. ഒരു പരിചയമില്ലാത്ത ഇവൻ്റെ പോലുള്ള ആൾക്കാരുടെ മോട്ടിവേഷൻസ് ഇതിൽ കണ്ടിട്ട് ഇവൻ്റെയൊക്കെ വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതിന് ഇവൻ്റെ അമ്മേനെയാണ് മറയാക്കിയിട്ടുള്ളത്. അതായത് ഇവനെപ്പോലുള്ള ആൾക്കാരുടെ കൂടെ നിർത്താൻ വിട്ടിട്ടുള്ള ആ തന്തേനും തള്ളനും ഉണ്ടല്ലോ, അതൊന്ന് എന്താ പറയാൻ കാരണം അറിയോ? ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഈ പുറത്തേക്ക് വരില്ലല്ലോ ഇങ്ങനത്തെ കേസായതുകൊണ്ട്. ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോണ്ടല്ലോ 2 ദിവസം ഇവൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. എന്നൊക്കെ ഇവൻ ഭയങ്കര നല്ലവനായിരുന്നു. അച്ഛൻ്റെ സ്ഥാനം, 49 വയസ്സുള്ള അച്ഛൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരുത്തനായിരുന്നു വീട്ടിൽ ആ കുട്ടീനെ നിർത്തിയ സമയത്ത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ഇവൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒഴിഞ്ഞ സമയത്ത് അവനവൻ്റെ ആ ലൊക്കാലിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഒരു വേറുള്ളൊരു സ്ഥലത്ത് ആ പാവം കുട്ടീനെ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. ആ ഒറ്റയ്ക്ക് കിട്ടുന്ന സിറ്റുവേഷൻ വരെ വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഇവൻ ആ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കാസർഗോഡ് കൊണ്ടുപോയത്. എന്നിട്ട് റൂം എടുത്തിട്ട് എനിക്ക് പറയാൻ വയ്യ, 2 ദിവസം 16 വയസ്സുള്ള കുട്ടീനെയും 49 വയസ്സുള്ള എരപ്പാളി ചേറ്റ എത്ര പ്രാവശ്യം, എനിക്കതൊന്നും പറയാൻ വയ്യ. കുടുംബ പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനൽ കാണുന്നതാണ്. ഇത് ഞാൻ ഈ രീതിയിൽ ഹിൻഡ് പോലെങ്കിലും ഞാൻ പറയുന്നത് എന്തിനറിയോ? താങ്ങി നടക്കരുത് ഇവനെ. ഇനി ഇവനെ താങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ കാര്യമൊന്നും പറയാനില്ല. നാളെ നിങ്ങളെ കുടുംബത്തിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ താങ്ങുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ട് ആ കുട്ടിക്ക് ഈ IPL വാങ്ങിക്കൊടുത്തു. എന്നിട്ട് വീണ്ടും മദ്യം നൽകി വീണ്ടും പീഡിപ്പിച്ചു. എന്താ പറയുക, എനിക്കത് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കേട്ടിട്ടേ നമ്മളിതൊക്കെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് എന്താണ് ഈ കുട്ടി അണ്ടർഗോ ചെയ്തെന്നുള്ള കാര്യങ്ങൾ. ആ കുട്ടി ഇനി ആ ട്രോമയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. ആ കുട്ടി അങ്ങനെ ആ ട്രോമയിൽ നിന്ന് വിട്ടു പോവില്ല. കാരണം അത്രയ്ക്ക് മോശമായിട്ട് അവൻ പെരുമാറിയിട്ടില്ല. അത്രയ്ക്ക് പൈശാചികമായിട്ടാണ് ഇവൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. സീരിയസ്ലി ഇവൻ നമ്മൾ കാണുന്ന വ്യക്തിയേ അല്ല, ഇത്രത്തോളം ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യം പറയാലോ.
ഇവനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടു. ഇവൻ ഇത്രത്തോളം ഭീകരനാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ലഹരി മാഫിയൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇവനല്ല, ഇവൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൊണ്ടു. മോട്ടിവേഷൻ പോകുമ്പോൾ എണ്ണി പറഞ്ഞ് കാശ് വാങ്ങുക, അതൊക്കെ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇവനൊരു ചാരിറ്റി പരിപാടിയായിട്ടല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അവന് അർഹത ഉള്ളതിനേക്കാളും കൂടുതൽ കാശ് എണ്ണി പറഞ്ഞ് വാങ്ങിയിട്ട് തന്നെ ചെയ്യുന്നത്. അതിന് പുറമെ സ്ത്രീകൾ അവരെ ചൂഷണം ചെയ്യുക, അവരുടെ അടുത്ത് ഇത് വാങ്ങിക്കുക, നഗ്ന വീഡിയോ എടുക്കുക, അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുക. സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി, നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ എല്ലാം തികഞ്ഞവനായി. ഒന്നും മുണ്ടാൻ വയ്യാത്തവൻ തന്നെ തെണ്ടി അല്ലേ, ഒരു ഇതുമില്ല. ഇത് ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇവനെതിരെ എന്തിനാ സംസാരിച്ച ഒറ്റ കാര്യം കൊണ്ട് എത്ര കമൻസ് എനിക്ക് വന്നിട്ടുള്ളത് അറിയോ. ഏതായാലും ഇതോടുകൂടി ഒടുങ്ങട്ടെ, സീരിയസ് ആയിട്ട്. ഇതിനൊക്കെ പോരാത്തതിന് എൻ്റെ സ്ഥിരം നമ്പർ എന്താ അറിയോ, ആത്മഹത്യാ ഭീഷണി. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ കുടുംബത്തിന് പ്രശ്നമാവും. ഇപ്പം പണ്ട് പറഞ്ഞ കഥ മുഴുവനും തെറ്റാണ്. മറ്റേ വെറുതെ നമ്മളിപ്പോൾ അതൊക്കെ കിടക്കണ്ടായി. അങ്ങനത്തെ കുറേ ടീമുണ്ട്, കുറേ ബണ്ടലടിച്ച് ബടായി അടിച്ച് കിടക്കുന്ന കുറേ ടീമുകളുണ്ട്. ഞാൻ അങ്ങനെയായിരുന്നു ജീവിതത്തിൽ, അങ്ങനെ ഉണ്ടായി, സ്ട്രഗിൾ ചെയ്ത് വന്നു. നന്നായി സംസാരിക്കാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ മോട്ടിവേഷൻ്റെ കേസ് ഇങ്ങനെ മനസ്സിലേക്ക് വരും കേട്ടോ. അത്രയും നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നേ. പരിതാപകരം നല്ലാണെന്നും പറയാനില്ല. പക്ഷെ ഇവൻ ഒടുങ്ങണം. ഇതിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ ഈ ആത്മഹത്യാ ഭീഷണിയാണ് മുഴക്കുക. അമ്മേനെയും കൊണ്ടുപോയിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കും. ഞാനുണ്ടാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതിനെല്ലാം കഴിവുണ്ടല്ലോ. ഇമോഷണലി ഒരു മനുഷ്യൻ്റെ മനസ്സിനെ പിടിക്കാൻ കഴിവുള്ളവനാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ട് നടക്കുന്നവർ അങ്ങനത്തെ ആൾക്കാരാണ്. കാരണം സംസാരിച്ച് വശത്താക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ. ഇവൻ്റെ തേങ്ങലും അമ്മ എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരു നെടുവീർപ്പും ശ്വാസമൊക്കെ പൂട്ടലൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് ഇപ്പോഴും ഞാൻ പറയും, ഞാൻ ഈ രീതിയിലൊക്കെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഇപ്പോഴും ആൾക്കാർ വളരെ മോശമായിട്ട് വരുമായിരിക്കാം, എന്നെ പറയുമായിരിക്കാം. പക്ഷേ സത്യമാണ്, ഞാൻ വെറുതെ ഒന്നും ഉണ്ടാക്കി പറയല്ല. സാധാരണഗതിയിൽ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഇങ്ങനത്തെ കേസുകളൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങളെ പറയാറുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാറില്ല. ദിസ് ഇസ് ടു മച്ച്. ഫിലിപ്പ് സാറ്, മമ്പാട് സാറ് ഭൂലോക സാറാണ്. സാറന്മാരുടെ ഇടയിലുള്ളൊരു സാറാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത്രയധികം 5 സ്റ്റാർ സാറൻ കണ്ടിട്ടില്ല. മാക്സിമം എങ്ങനെയൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും ചൂഷണം ചെയ്ത് ആയിക്കോട്ടെ, മോട്ടിവേഷൻ കൊടുത്തിട്ട് ആൾക്കാരെ പറ്റിച്ച് നടന്നോട്ടെ. പക്ഷെ ഇതുണ്ടല്ലോ, ഈ ചെറിയ കുട്ടികളോടുള്ള ഈ കളി ഉണ്ടല്ലോ, ഞാനതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവൻ ഈ കുട്ടീനോട് എന്തൊക്കെ ചെയ്തു, 16 വയസ്സുള്ള ഈ കുട്ടിയോട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇവൻ ഈ കുട്ടികളുടെ കൂടെ നിന്നിട്ടുള്ള ഈ വീഡിയോസൊക്കെ കാണും. നമുക്ക് ഈ ഏറ്റവും കൂടുതൽ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ, ഇത് പെൺകുട്ടികളോട് മാത്രമല്ല വേറെ കഥ, ഏറ്റവും കൂടുതൽ എന്താ അറിയോ, ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പെർവേർട്ടഡ് നേച്ചർ വെച്ചിട്ട് ഈ കുട്ടികളോട് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ കുട്ടികളെ തൊടുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്തെന്ന് ഒരുപാട് പേര് ചോദിച്ചു. വേറെ ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ അതിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. കുട്ടികളുടെ കേസ് വന്നാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ കുട്ടികളെ, നമ്മുടെ കുട്ടികളായിട്ട് കാണാതെ കാമം ഉള്ളിൽ വെച്ചിട്ട് തുടർന്ന ടീംസിനെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ എത്രത്തോളം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. മുതിർന്നവരോടൊക്കെ പെരുമാറുന്നതിൻ്റെ 10,000 മടങ്ങ് ദേഷ്യമാണ് കുട്ടികളെ വേറെ കണ്ണിലൂടെ കാണുക, എന്നിട്ട് അവർ തൊടുന്ന കാര്യങ്ങളും അവരെ കൊഞ്ചിക്കുന്ന സംഗതികളിൽ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കാമം ആ കുട്ടികൾ. ദാറ്റ്സ് ലൈക്ക് പീഡോഫീൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചെയ്ത ഇവൻ ഇനി വെളിച്ചം കാണരുത്. ഇവൻ എന്താ പറഞ്ഞാൽ, ഇവൻ ആത്മഹത്യ ചെയ്യുന്നോ, ഇവൻ ഇല്ലാണ്ടാവുന്നോ, ചെയ്യടാന്ന് പറയണം. നീ വേണ്ട ഇനി ലോകത്തുനിന്ന്, അത്രേ പറയുള്ളൂ. അവൻ വേണ്ട, ഇനി അങ്ങനത്തെ ഒരുത്തം വേണ്ട. അവൻ്റെ ഭാര്യയ്ക്ക് അവനെ വേണ്ട, അവൻ്റെ കുടുംബത്തിന് അവനെ വേണ്ട, പിന്നെ ആർക്കാണ് അവനെ വേണ്ടത്? അങ്ങനത്തെ അവൻ വേണ്ട. അവൻ ഒടുങ്ങട്ടവൻ, അത്രേ പറയാനുള്ളൂ. വളരെ മോശം. ഞാൻ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, ഞാനിത് കേട്ടിട്ട്, ഇവൻ ചെയ്ത സംഭവങ്ങൾ കേട്ടിട്ട്, ഇവൻ ചെയ്തതിനേക്കാൾ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ളത് കേട്ടിട്ടുണ്ടെങ്കിലോ ഇനിയും പുറത്ത് വരും കേസ്.
എന്താണ് അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. സാധാരണഗതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ഇത് ഞാൻ പറയാൻ കാരണം എത്ര കമൻറ്റാണ് എന്നെ തെറി പറഞ്ഞിട്ട് അറിയോ. ശരിയായിരിക്കാം, പറ്റാം, മനുഷ്യനാണെങ്കിൽ തെറ്റ് പറ്റും, മനുഷ്യന്മാരാണ്. ഞാൻ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ യൂട്യൂബേഴ്സ് ഇതേമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ന്യൂസിലാണെങ്കിലും എന്താണെങ്കിലും പറയണ സമയത്ത് ചില സമയത്ത് തെറ്റ് പറ്റാം. പക്ഷെ അത് എല്ലാ കേസിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാനാണെങ്കിൽ നമ്മളൊന്നും ആ ടൈപ്പല്ല, എന്നാലും പറയാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ. നല്ലവരില്ല എന്ന് ഞാൻ പറയുന്നില്ല, നല്ലവരുണ്ട്, എൻ്റെ പരിചയത്തിലുണ്ട്, എനിക്ക് നല്ല പേഴ്സണലായിട്ട് അറിയുന്നവരാണ്. അങ്ങനത്തെ ആൾക്കാരെ ഫുള്ള് തെറി പറയും ഇവർ. നല്ല, ഞാൻ ആളെ പേര് ഞാൻ പറയുന്നില്ല, ബഹുമാനിക്കേണ്ട വ്യക്തികൾ. ഞാൻ ആരാ നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് അറിയില്ല, ഞാൻ ഇതിനു മുന്നേ അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് വീഡിയോസ് ചെയ്യും. ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്, ഇവരെ കംപ്ലീറ്റ് തെറി പറയും. എന്നിട്ട് ഇതുപോലത്തെ ടീംസിനെ വാഴ്ത്തിയിട്ട് ഇങ്ങനെ എന്താ പറയുക, സാറിന് വേണ്ടി ചാകും അല്ലേ നിങ്ങളൊക്കെ. മമ്പാട് സാറിന് വേണ്ടിയിട്ട് മമ്പാട് സാറിനെ ചേർത്ത് നിർത്തും, നെഞ്ചോട് ചേർത്തിട്ട്. എന്താണ് അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇതാണ് അവസ്ഥ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് അറിയില്ല.